എന്നെ പട്ടടയിലേക്ക് എടുക്കുന്നത് വരെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന കാലം വരെ പാർട്ടി എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും ഇല്ലെങ്കിലും എന്റെ ഉത്തരവാദിത്തം UDF-നെ ജയിപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസവുമായി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരാൾ കോൺഗ്രസ്സുകാരനാവുക എന്നാൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടുമ്പോൾ മുതലല്ല. ചെറുപ്പം മുതൽ കോൺഗ്രസ് പാർട്ടിയെ കണ്ടും കേട്ടും മറിഞ്ഞ് ചിലപ്പോൾ സ്വന്തം അച്ഛനായ ആ കോൺഗ്രസ് നേതാവിന്റെ കൈയും പിടിച്ച് വോട്ട് പിടിക്കാൻ പോകുന്നതും ആ പോക്കിൽ ഒരു കോൺഗ്രസ്സുകാരനോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം കണ്ടും അന്നു മുതൽ അറിയാതെ സ്വയം ഒരു കോൺഗ്രസ്സുകാരനായി മാറുന്നതാവാം. അതുപോലെ ഒരാളാണ് സത്യത്തിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും. പണ്ടു മുതലേ പ്രവർത്തിച്ചതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപടി ഏറെ ആത്മവിശ്വാസത്തോടെ രാഹുൽ ഈ തെരഞ്ഞെടുപ്പിനെയും കാണുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വർഗീയത പറഞ്ഞ് ഒരു നാടിനെ വഞ്ചിച്ച് വികസന മുരടിപ്പ് മാത്രമാക്കി ഒരു നാടിന് സമ്മാനിച്ച BJP-യെ താഴെ ഇറക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തം ഒരു UDF പ്രവർത്തകൻ എന്നതിലുപരി ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ ആ ഭരണ സമിതിയെ താഴെ ഇറക്കണമെന്നുള്ള വലിയ ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു ഭരണം പാലക്കാട് അർഹിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അത് നടപ്പിലാക്കാൻ കോൺഗ്രസിന്റെ കരുത്ത് ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് പാർട്ടിയും നേതാക്കളും. വിശ്വാസം മാത്രമല്ല, അത് കോൺഗ്രസ് പാർട്ടിയുടെ കടമയാണെന്നും അദ്ദേഹം ഉറച്ച സ്വരത്തിൽ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം മീഡിയ വൺ ചാനലിന് കൊടുത്ത മറുപടി നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് കോൺഗ്രസ് ആവുക എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കുന്ന കാലം തൊട്ടല്ലോ കോൺഗ്രസ് ആവുക. എൻ്റെ ഒരു കോൺഗ്രസ് കുടുംബമാണ്. അപ്പം വളരെ ചെറുപ്രായത്തിൽ വളരെ ഇപ്പോൾ ഈ വീട് കയറാനൊക്കെ കുട്ടികൾ പോകുമല്ലോ, അങ്ങനെ എൻ്റെ നാട്ടിലെ നേതാക്കന്മാരുടെ കൂടെ അവരുടെ വിരൽ തൂങ്ങി വോട്ട് പിടിക്കാൻ പോയിട്ടുള്ള ആളാണ്. ആ വോട്ട് പിടുത്തത്തിനൊന്നും ഒരു മാറ്റവുമില്ല. ഇത്തവണത്തെ പ്രത്യേകത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും വിജയത്തിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് നല്ല ഭംഗിയായി എന്നെ കൊണ്ട് സാധ്യമാകുന്ന സ്ഥലങ്ങളെല്ലാം ഭംഗിയായി തന്നെ ചെയ്തു പോകുന്നു. പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടല്ല ആദ്യമായിട്ട് ഞാൻ വീട് കയറി തുടങ്ങിയത്. പാർട്ടി എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ഇല്ലേലും എൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനെ ജയിപ്പിക്കുക, UDF-നെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വളരെ കുഞ്ഞു പ്രായത്തിൽ തീരുമാനമെടുത്ത ആളാണ് ഞാൻ. അതെന്നെ പട്ടടയിലേക്ക് വെക്കുന്നത് വരെ, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന കാലം വരെ എൻ്റെ തീരുമാനം അതാണ്, എൻ്റെ ഉത്തരവാദിത്വം അതാണ്. കോൺഗ്രസിനെ UDF-നെ ജയിപ്പിക്കുക. ആ ജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് എവിടെയെല്ലാം സാധ്യമാകുമോ അവിടെയെല്ലാം പോകും. ഇപ്പം സ്വാഭാവികമായിട്ടും ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്. അപ്പം എൻ്റെ കമ്മിറ്റിയിലെ പല സഹപ്രവർത്തകരും മത്സരിക്കുന്നുണ്ട്. പലരും മത്സരിക്കുന്ന സഹപ്രവർത്തകരെല്ലാവരും തന്നെ അവരുടെയൊക്കെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ എൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി വർഗീയത പറഞ്ഞ് ഒരു നാടിനെ വഞ്ചിച്ച് വികസന മുരടിപ്പ് മാത്രം ഒരു നാടിന് സമ്മാനിച്ച BJP ഭരണത്തെ താഴെ ഇറക്കുക എന്ന് പറയുന്നൊരു വലിയ ഉത്തരവാദിത്വം ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ UDF പ്രവർത്തകൻ എന്നതോടൊപ്പം തന്നെ UDF-ൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി ആ ഭരണസമിതി താഴെ ഇറക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാറുണ്ട്, എനിക്ക് പരിധികളും പരിമിതികളും ഉണ്ട്. കാരണം പാലക്കാട് ഒരു വലിയ ഉത്തരവാദിത്വം ഒരു കോൺഗ്രസ് പ്രവർത്തകന്, ഈ പ്രദേശത്തുള്ള ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനും ഏറ്റെടുക്കേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം പാലക്കാട് പോലെ ഇനി കേരളത്തിലൊരു കോർപ്പറേഷൻ വന്നാൽ ആ കോർപ്പറേഷൻ ആവാൻ സാധ്യതയുള്ള പ്രഥമ പരിഗണനയുള്ള ഒരു മുനിസിപ്പൽ പ്രദേശമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. പാലക്കാട് ഡിസേർവ് സംതിങ് ബെറ്റർ. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭരണം, ഇതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു ഭരണം പാലക്കാട് അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ഇടയിലെ തർക്കം നാട്ടിൽ വികസനം എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ. ഇപ്പോൾ BJP-യിൽ വലിയ തർക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു സ്ഥാനാർത്ഥികളെ പാർട്ടി അനൗൺസ് ചെയ്യുന്നു. ആ സ്ഥാനാർത്ഥികൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ ഒപ്പുശേഖരണം പോകുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടില്ല എന്ന് നേതാക്കന്മാർ തന്നെ പറയുന്നു. ആ പാർട്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്ക് തോന്നിയിരുന്ന ആ ആളുകളോട് കൺസൾട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവരോട് പോലും കൺസൾട്ട് ചെയ്യാത്ത ഒരു പാനലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ജനങ്ങൾ വളരെ മികച്ചൊരു ഭരണം, വളരെ മെച്ചപ്പെട്ടൊരു ഭരണം അർഹിക്കുന്നു. അത് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. കണ്ണാടി വളരെ ശക്തമായി തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി കണ്ണാടിയിലെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. MLA എന്ന നിലയിൽ അവിടെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അംബേദ്കർ കോളനി സംസ്ഥാന സർക്കാരിൻ്റെ MLA-മാർക്ക് ചൂസ് ചെയ്യാൻ
പറ്റുന്ന അംബേദ്കർ കോളനി വഴി 1 കോടി രൂപയ്ക്ക് ഒരു SC/ST കോളനി നവീകരണത്തിന് വേണ്ടിയിട്ട് വെച്ചത് കണ്ണാടി ഗ്രാമപഞ്ചായത്തിലാണ്. പിന്നെ എല്ലാ പഞ്ചായത്തിലും MLA നേതൃത്വം കൊടുക്കുന്ന ഒരു ഓഡിറ്റോറിയം എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ണാടിയിൽ പുതിയ ഓഡിറ്റോറിയം വരികയാണ്. അത് ആ കണ്ണാടിയിൽ ബഡ്ജറ്റ് പ്രപ്പോസലിൽ നിന്ന് നമ്മൾ ഓഡിറ്റോറിയം MLA എന്ന നിലയിൽ അനുവദിച്ചിട്ട് പോലും അതിനെ ലാഗ് ചെയ്യിക്കുന്ന ഒരു ഭരണസമിതിയായിരുന്നു കണ്ണാടിയിൽ ഉണ്ടായിരുന്നത്. അപ്പം കണ്ണാടിയും കുറേ കൂടെ മെച്ചപ്പെട്ട കാര്യം അർഹിക്കുന്നുണ്ട്. ഇനിയും പാലക്കാട് നിങ്ങളെടുക്കൂ. പാലക്കാട് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോട് കൂടി BJPയോടൊപ്പത്തിനൊപ്പം എത്തുകയും നേരിയ മുൻതൂക്കം ഉണ്ടാക്കാൻ ശ്രീ VK ശ്രീകണ്ഠനിലൂടെ പാലക്കാടൻ ജനത തീരുമാനിച്ചു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ തീരുമാനിച്ചു. എൻ്റെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാലക്കാട്ടെ മുനിസിപ്പാലിറ്റി കുറച്ചുകൂടി, അത് എൻ്റെ മെച്ചം കൊണ്ടല്ല, ആ BJPയോടുള്ള എതിർപ്പ് ഒരു വർഷത്തിനിടയിൽ പിന്നെയും കൂടി. ശ്രീ VK ശ്രീകണ്ഠൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് അടുത്തൊരു 6 മാസം കഴിയുമ്പോൾ പിന്നെയും എതിർപ്പ് കൂടി വലിയ ഭൂരിപക്ഷം, കോൺഗ്രസ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന കാലത്ത് പോലും ഇല്ലാതിരുന്ന ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്നു. അത് വ്യക്തിപരമായിട്ടുള്ള പിന്തുണയല്ല എനിക്ക്, അത് BJPയോടുള്ള ശക്തമായ വിയോജിപ്പും അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയോടുള്ള സ്നേഹവുമാണ്. അത് റിസൾട്ടാകും.